ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. വർഗീയത ആര് പറഞ്ഞാലും അത് ഞങ്ങൾ വെച്ചു പുറപ്പിക്കില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർ അവരെ ശക്തമായിട്ട് എതിർക്കും. ഈ ഒരു പ്രസ്താവന നടത്തിയത്, ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറാണ്. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ മതേതര കേരളത്തിന്റെ ഒരു അടവ് നയമാണ് എന്നാണ് മതേതരവാദികളുടെ നയം. എന്നാൽ ഈ വർഗീയത പറയുമ്പോൾ എതിർക്കപ്പെടേണ്ടത് ഒരു പ്രത്യേക വിഭാഗക്കാരെ മാത്രമാണ്. ഉദാഹരണം, മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുഖത്തേക്ക് കരി ഓയിൽ ഒഴിക്കുമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചവരാണ് യൂത്ത് കോൺഗ്രസുകാർ. അല്ല യൂത്ത് കോൺഗ്രസുകാരെ, ഇപ്പോ നിങ്ങളുടെ കൈകൾ ഫ്രീ ആണെങ്കിൽ, വിരോധമില്ലെങ്കിൽ കുറച്ച് കരിയോയിലും കൂടി കയ്യിലെടുക്കണം. അല്ല, ആ കരിയോയില് കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പണിയുണ്ട്. ഈ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയുടെ മുഖത്തേക്ക് മാത്രം ഒഴിച്ചാൽ പോരല്ലോ ഈ കരിയോയില്. വർഗീയത പറയുന്ന എല്ലാവരുടെ മുഖത്തേക്ക് നമുക്ക് ഒഴിക്കാം കരിയോയിൽ. നമുക്ക് നേരെ ഹമീദ് ഫൈസി അമ്പലക്കാടിന്റെ അടുത്തേക്ക് പോകാം. അദ്ദേഹം ഇപ്പൊ 2 ദിവസം മുന്നേ മതേതര കേരളത്തിന് യോജിക്കാത്ത രീതിയിൽ ഒരു വർഗീയത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒഴിക്കാം അവരുടെ മുഖത്തേക്ക് കരിയോയില്. പേരാമ്പ്രയിലെ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ. ഈ ഫാത്തിമ തഹ്ലിയയുടെ പാർട്ടി തന്നെ ഒരു മതത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, അതായത് മുസ്ലിം ലീഗ്. ഏകദൈവ വിശ്വാസികളുടെ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പിന്നെ ഏകദൈവമായ അവന്റെ ആജ്ഞയും നിയമവും അനുസരിച്ചിട്ട് ജീവിച്ചു പോകുന്നവരുടെ ഒരു പാർട്ടി. ശരിക്കും നിലവിളക്ക് കൊളുത്തലും അതുപോലെ തന്നെ വിഗ്രഹാരാധനയും എതിർക്കുന്നവരുടെ പാർട്ടി. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവ് വന്ന് ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? സത്യത്തിൽ മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല, മതപാർട്ടിയല്ല, മതേതര പാർട്ടിയാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു നിലവിളക്ക് കൊളുത്തൽ പ്രകടനമാണിത്. അല്ല, നമ്മുടെ ഈ ഭാരതം ഒരു മതരാജ്യമാക്കണം, ഇസ്ലാം മതരാജ്യമാക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമായും അവനിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് 2047 ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന് ദിവാസ്വപ്നം കാണുന്ന ജിഹാദികൾക്ക് ഈ നിലവിളക്ക് കൊളുത്തൽ പ്രകടനം സഹിക്കാണ്ട് പറ്റുമോ? അത് ഹിന്ദുക്കളുടെ നിലവിളക്ക് ഒരു മുസ്ലിം പെൺകുട്ടി, ദീനിയായ മുസ്ലിം പെൺകുട്ടി കൊളുത്തുമ്പോൾ വിശ്വാസമില്ലാത്ത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ഒരു മുസ്ലിം അങ്ങനെ ചെയ്താൽ അത് മുസ്ലിമിൽ നിന്നും പുറത്താക്കപ്പെടാൻ കാരണമാകും. ഈ വിഷയത്തിൽ ഒരു സംശയവും ഇല്ലാത്ത വിധം ക്രിസ്റ്റൽ ക്ലിയറായി മതവിധിയിലുണ്ടത്രേ. ഇത് പറഞ്ഞത് സമസ്തയുടെ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. അല്ല, ഈ ഇത്രമാത്രം മതപരമായിട്ട് ഇത്രമാത്രം വികാരം കൊള്ളുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് പള്ളി തുറന്നു കൊടുത്തത് ചേരമാൻ പള്ളി എന്നാണ്. ആ ചേരമാൻ പള്ളി ഏതാണെന്ന് ഈ അമ്പലക്കടവ്, ഹമീദ് ഫൈസൽ അമ്പലക്കടവ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കൊള്ളാം. അല്ല, ഈ മതേതരം ഊട്ടി ഉറപ്പിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ തങ്ങളുടെ മുസ്ലിം ലീഗ് മതേതര മുഖത്തിന്റെ പ്രതീകമാണ് എന്ന തള്ളുന്ന അരങ്ങിലേക്കാണ് മതവിദ്വേഷ പ്രചരണവുമായി ഹമീദ് ഫൈസൽ അമ്പലക്കടവ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ സമസ്തയുടെ നേതാവ് ഹമീദ് ഫൈസൽ അമ്പലക്കടവ് പറഞ്ഞതുകൊണ്ടാണോ ഇതൊരു വർഗീയമല്ലാതാവുന്നത്, വർഗീയ വിദ്വേഷമല്ലാതാവുന്നത്? ഈ സ്ഥാനത്ത് നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ പറയുകയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ പുകലി? ഓൺലൈൻ മാധ്യമങ്ങള് നിൽക്കപ്പുറത്ത് കൊടുക്കോ? അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങള് ഇരിക്കപ്പുറത്ത് കൊടുക്കോ? ഇല്ല. അയ്യോ, വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം തുപ്പുന്നു, സുകുമാരൻ നായർ വർഗീയ വിദ്വേഷം പരത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പുകിലായിരിക്കും, എന്തൊക്കെ വാർത്തകളായിരിക്കും. ഇപ്പൊ ആർക്കും ഒന്നും മിണ്ടാനില്ല, അല്ലെ? ഒന്നുകൂടി തറപ്പിച്ച് പറയുകയാണ്, മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ എത്ര തന്നെ മതേതരത്തിന്റെ കുപ്പായം അണിഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന ആ തീവ്ര മതം ജ്വലിച്ചുകൊണ്ട് തന്നെയിരിക്കും. കാരണം മതമാണ് 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 പ്രശ്നം. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുള്ളവരെല്ലാവർക്കും ജയ് ഹിന്ദ്.